ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വെറും കുറ്റാരോപിതൻ മാത്രമാണ്. മാങ്കൂട്ടത്തിനെതിരെ ഇരുട്ട വിളക്ക സമരം ചെയ്തവരാണ്. അദ്ദേഹത്തെ കുറ്റം പോലും ആരോപിച്ചിട്ടില്ല, ഒരു FIR പോലും ഇട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പുറകെ അദ്ദേഹത്തെ രാജിവെപ്പിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പോരാ, MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തുകൊണ്ട് നടന്നവരാണ് പറഞ്ഞത്. വെറും കുറ്റാരോപിതൻ മാത്രമാണ്. വെറുതെ പോകുന്ന ഒരാളൊക്കെ കുറ്റം ആരോപിച്ച് അത്രയ്ക്ക് ലഘുവായിട്ടാണ് നമ്മുടെ പഴയ എക്സൈസ് ഗോവിന്ദൻ കാണുന്നത്. അപ്പോൾ ശബരിമലയിൽ പ്രധാനപ്പെട്ട അറസ്റ്റുകൾ നമ്മൾ 17-ാം തീയതിക്ക് ശേഷം പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാര്യം ഹൈക്കോടതി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ചില ഈ സ്വർണത്തിൻ്റെ എക്സ്പെർട്ടുകളുമായിട്ട് ചേർന്ന് സന്നിധാനത്ത് പരിശോധന നടത്തിയായിരുന്നു. നിലവിലുള്ള പാളികളും പിന്നെ പഴയ പാളികളും ഒക്കെ തമ്മിൽ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൽ എത്ര സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്ന് കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്നാലേ കുറ്റപത്രം ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയത്തില്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടത് ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡ് ഇതുവരെയും പരാതിക്കാരനായിട്ടില്ല. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിനെയും കൂടെ കോടതി ഈ കേസിൽ പ്രതി ചേർക്കേണ്ടി വരുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നടന്ന മോഷണത്തിന് എനിക്ക് പരാതിയില്ല, പക്ഷെ പോലീസ് കേസെടുത്തു കഴിഞ്ഞാൽ എന്നെ കൂടെ യഥാർത്ഥത്തിൽ പ്രതി ചേർത്താലേ പറ്റത്തുള്ളൂ. സംശയദൃഷ്ടി വരും. അപ്പം ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ പടി ഇറങ്ങിപ്പോയ പ്രസിഡന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കാര്യം അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ രണ്ടാമത് ഈ തിരുവോണത്തിന് ശേഷം നട അടച്ചതിന് ശേഷം ഈ സ്വർണ്ണപ്പാളി മുറിച്ചെടുത്ത് ചെന്നൈക്ക് കൊടുത്തയച്ചതും ആകസ്മികമായി അവിടെ എത്തിയ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇത് കാണാനിടയായി അദ്ദേഹം ഇത് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്.